ക്ഷാമം ദേശത്തെ വിഴുങ്ങുവാൻ തുടങ്ങുമ്പോൾ അവർ മോവാബ് എന്ന ദേശത്തേക്ക് കുടിയേറി പാർക്കാൻ തീരുമാനിക്കുന്നു. നഷ്ടങ്ങളുടെയും വേർപാടിന്റെയും ദുഃഖത്തിൽ ആഴ്ന്നപ്പോഴും നവോമിയോടൊപ്പം അത് പങ്കിടാൻ മരുമകൾ രൂത്ത് തീരുമാനമെടുക്കുന്നു. നാളുകൾക്ക് ശേഷം നവോമിയും ഒപ്പം രൂത്തും ബേത്ലഹേമിലേക്ക് തിരിച്ചെത്തുന്നു. അവരുടെ തിരിച്ചുവരവ് ഇന്നത്തെ കാലയളവും സംഭവങ്ങളുമായി കോർത്തിണക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഒരു തിരിച്ചുവരവ്. മേരിക്കുഞ്ഞെ, എന്തുണ്ട് വിശേഷം? ഇന്ന് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാക്കിയേ? ഇവിടെ എന്നതാ, ഇവിടെ ടീയും ടോസ്റ്റും ബ്രേക്ക്ഫാസ്റ്റ്. അതെന്താ മേരിക്കുഞ്ഞെ, അവിടെ വെപ്പും കുടിയും ഒന്നും ഇല്ലേ? എന്നും ടോസ്റ്റും ടീയും ആണല്ലോ. ഇവിടെ അച്ചായന് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടീയും ടോസ്റ്റുമാണ്. പിന്നെ അച്ചായൻ നമ്മുടെ ഉദച്ചായനെ കാണാൻ പോയേക്കുവാ. അയ്യോ, അവിടെ അച്ചായൻ എന്നാ പറ്റി? എന്നാ പറയാനാ, ഇന്നലെ രാത്രി നമ്മുടെ അവതച്ചായൻ രാത്രി ഡിന്നറും കഴിച്ചിട്ട് ഗാർഡനിലെ ചാരുകസേരയിൽ നിന്ന് സമാധാനമായെന്ന് ഉറക്കെ പറഞ്ഞതാ. അത് കേട്ട് അവിടുത്തെ മൂത്ത ചെക്കൻ അച്ചായൻ സമാധി ആയെന്ന് കരുതി പുറകിലെ കുഴിയിലെടുത്തിട്ട് സ്ലാവിൽ പിടിച്ചു വെച്ചു. എന്നിട്ട് ഇപ്പം എന്തായി? എങ്ങനെയുണ്ട്? എന്താവാനാ, ചേട്ടത്തി വിളിച്ചു പോയി നാട്ടുകാരെല്ലാം കൂടി വന്നാണ് അച്ചായനെ കുഴിയിൽ നിന്ന് പുറത്തിറക്കിയത്. കാലിന് 2 ഫ്രാക്ചറും കൈക്ക് 1 ഫ്രാക്ചറും ഉണ്ടെന്നാണ് കേട്ടത്. ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ? തലമുറ എല്ലാം വല്ലാതെ പോകുക. അതൊക്കെ പോട്ടെ, നിനക്ക് നമ്മുടെ ചക്കക്കാരയിലെ നവോമിയെ ഓർമ്മയുണ്ടോ? പിന്നെ അവരുടെ ചെക്കന്മാര് എന്റെ പെൺപിള്ളേരുടെ കൂടെയാ പഠിച്ചത്. എവിടെ? ബേത്ലഹേം പബ്ലിക് സ്കൂളിലോ? അതെ. എന്നിട്ട് എന്ത് പറ്റി? അവര് വലിയ നിലയിലായി കാണും. മോവാബിലോട്ട് PR വിട്ട് പോയതാ. 2 പേർക്കും ജോലി ആയിരുന്നു. അതൊന്നും അറിയില്ല. ഇന്നലെ രാത്രി നവോമി അച്ചായനെ വിളിച്ചിട്ട് ഔട്ട് ഹൗസ് കൊടുക്കാമെന്ന് ചോദിച്ചു. അച്ചായൻ തരാമെന്ന് പറഞ്ഞു. നിനക്ക് അവര് വാട്സപ്പിലോ FBയിലോ ഒന്നും മെസ്സേജ് ഇടാറില്ല? അവിടെ എത്തിയപ്പോ ഞങ്ങളിങ്ങ് എത്തിയെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചതാ. പിന്നെ ഒരു വിവരവും ഇല്ല. അവൾക്ക് വലിയ പത്രാസായി കാണും. അല്ലേ പിന്നെ വിളിക്കാനേ എന്നാ? നിന്റെ കൂടെ അല്ലായിരുന്നോ പാർട്ടിക്കും യോഗത്തിനും എല്ലാം പോകുന്നത്? അതെന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവം നമുക്ക് നന്മ തന്നില്ലേ. ഇവിടെ എന്നും ടോസ്റ്റ് ആണ് മമ്മി. കൊച്ചേ, ഉള്ളത് എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിക്കേ. രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നാ ഒരു തണുപ്പാ രാവിലെ. മമ്മി, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ കണ്ടന്റ് ഇല്ലായിരുന്നു. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോറി ഇട്ടാൽ ഞാൻ വൈറലാകും. മേരിക്കുഞ്ഞെ, ഒരു ഊബർ വരുന്നുണ്ടല്ലോ. ആണോ? ഇത് നമ്മുടെ നവോമി തന്നെയാണല്ലോ ഈ വരുന്നത്. നവോമി, നീ ആകെ മാറിപ്പോയല്ലോ. എന്താ ഒരു കോലം? മുടിയൊക്കെ എന്താ ഇങ്ങനെ? നീ ഡൈ ഒന്നും ചെയ്യാറില്ലേ? ഏതാ ഈ കൊച്ച്? എന്താ നീ ഒന്നും പറയാത്തേ? കോലം വിട്ട് പോയല്ലോ. നടന്നു വന്ന മോവാബിന്ന് ജംഗ്ഷനിലെത്തിയപ്പോ മോളെ പറഞ്ഞു ഊബർ വിളിക്കാമെന്ന്. ഞാനെന്നെ നവോമിയല്ല, എന്നെ അങ്ങനെ വിളിക്കണ്ട, മാറാന്ന് വിളിച്ചാൽ മതി. സർവശക്തൻ എനിക്ക് കൈപ്പായത് ചെയ്തിരിക്കുന്നു. അല്ല, എലിമലക്കച്ചായ എന്ത് ചെയ്യും? ചെറുക്കന്മാരെല്ലാം അവിടെ പോയി. അവരൊക്കെ ഇപ്പൊ നല്ല ജോലിയൊക്കെ ആയി കാണും അല്ലേ? അതോ നീ വല്ല ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ വന്നതാണോ? ഞാൻ നിറഞ്ഞവളായിപ്പോയി, എല്ലാം ഉള്ളവളായിപ്പോയി. ഇപ്പതാ ഒഴിഞ്ഞവളായി തിരിച്ചു വന്നിരിക്കുന്നു. അച്ഛനും മക്കളും എല്ലാവരും പോയി. റിസഷൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ വിട്ട് അങ്ങോട്ട് പോയി. അവിടെ പച്ച പിടിക്കുമെന്ന് വിചാരിച്ചാ പോയത്. പക്ഷെ രക്ഷപ്പെട്ടില്ല. കപ്പയും കഞ്ഞിവെള്ളം കുടിച്ച് നിങ്ങളുടെ കൂടെ ഈ നാട്ടിൽ കിടന്നാ മതിയായിരുന്നു. നവോമി, ഏതാ ഈ കൊച്ച്? നിനക്ക് 2 ചെറുക്കന്മാരല്ലേ? ഇത് എന്റെ ഡോക്ടറിലോ. ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അവൾക്ക് ഞാനൊരു ഓഫർ കൊടുത്തപ്പോൾ അവള് മോവാബിലോട്ട് തിരിച്ചു പോയി. ഇവൾ എന്നെ കൂടെ കൂടി. ഇവളുടെ പേര് രൂത്ത്. ആന്റി ഇൻസ്റ്റയിലുണ്ടോ? ഇല്ല. അയ്യേ, അതൊന്നും ഇല്ലേ. ഞാൻ അക്കൗണ്ട് തുടങ്ങി തരാമേ. എന്തായാലും ഇന്നത്തേക്ക് സ്റ്റോറിയായി. നവോമി സെപ്പിക്കൂട്ടർ. മോളെ, വർത്താനം പറഞ്ഞു നിൽക്കാതെ ആന്റിക്ക് നല്ലൊരു കോഫി എടുത്തേ. ഷുഗർ ഉപയോഗിക്കുമോ ആന്റി? വേണ്ട, ഞാനിപ്പോ മാറിയാ. എനിക്ക് വിത്തൗട്ട് മതി. കടുപ്പം കൂട്ടിയെടുത്തോ, നന്നായിട്ട് കഴിക്കട്ടെ എനിക്ക്.
ഓ, ഇനി കാപ്പി ഷുഗറില്ലാതെ കുടിച്ചിട്ടല്ല, അത് അന്നത്തെ പൊട്ടബുദ്ധിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ചാൽ മതി. എന്നാലും എൻ്റെ നവോമി, നീ അന്ന് ഞങ്ങളെ എല്ലാം മറന്നിട്ട് പോയ പോക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ കപ്പയും കഞ്ഞിയും കുടിച്ചുകൂടെ ഇരിക്കുമ്പോൾ നീ കുഴിമന്തി കഴിക്കുവാണല്ലോ എന്നോർത്ത് എൻ്റെ നെഞ്ചിലൊരു വിങ്ങലായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ചായനോട് പറയുമായിരുന്നു. ആ പോട്ടെ, എന്നാലും നീ വന്നത് നല്ല സമയത്താ. ഇവിടെ ഇപ്പൊ യവക്കോയത്തിന്റെ സമയമാ. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓ, ഇവൾക്ക് FB ഇൻസ്റ്റ ഇല്ലാന്ന് ചുമ്മാ പറയുമല്ലേ? ഈ സമയത്ത് കൃത്യമായിട്ട് എങ്ങനെ ഇവിടെ വന്നു? എന്നാടി പറ. ഈ പെണ്ണ് ഏതാടി? ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ കുറെ ദിവസമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഞാനോടിന് ഇവിടെ ഒരു നോട്ടമുണ്ട്. നോക്കിയാൽ തന്നെ അവള് സുന്ദരിയല്ലേ? ഓ പിന്നെ, നമ്മുടെ നാട്ടിൽ പെൺപിള്ളേരില്ലാത്തവർ അവള് വരുത്തിയാണ്. എടി കൊച്ചേ, ഇങ്ങ് വന്നേ. നിനക്ക് പണിയൊക്കെ അറിയാമോ? ചാടിച്ചാടി നിന്നോണം. ഇനി ബോക്സ് വരുന്നുണ്ട്. രൂത്തിന്റെ താഴ്മ മനസ്സുണ്ടോ? അവളെ പിന്നത്തേതിൽ ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നതിന് തുടക്കമായി. ബോവസിലൂടെ അവൾക്കൊരു നന്മ കിട്ടി. അതെ, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു. അങ്ങനെ നവോമിയും രൂത്തും ഭവനത്തിലിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഓർപ്പെത്തുന്നു. എന്താ മോളെ, കുടുംബമൊന്നും വന്നില്ലേ? കുടുംബം ഒന്നും സെറ്റായില്ല അമ്മച്ചി. കുറെ മാട്രിമോണി സീറ്റിലൊക്കെ കൊടുത്തു, ഒന്നും വന്നില്ല. പിന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി, ഓർപ്പ ദ അൾട്ടിമേറ്റ് എന്റർടൈനർ. അതും പച്ച പിടിച്ചില്ല. ലൈക്കുകളൊക്കെ കുറവാണ് അമ്മച്ചി. പിന്നെ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്തു, ഉള്ളത് വിറ്റ് വീഡിയോയും എടുത്തു. കാശും പോയി, കിടപ്പാടവും പോയി. അങ്ങനെ ഞാൻ റൂമി അടിച്ചിരുന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ രൂത്തിന്റെ സേവ് ഡേറ്റും വെഡിങ് പിക്ചേഴ്സും കണ്ടത്. എടി രൂത്തെ, നീ ഇൻസ്റ്റയിലൊക്കെ കയറി തിളങ്ങുവാണല്ലോ. ഓ, അതെന്റെ ഒരു നെയ്ബർ കൊച്ചു തുടങ്ങി തന്നതാ. പിന്നെ പിക്സ് ഒക്കെ സജഷൻ ഇട്ടതാ. എന്തായാലും കൊള്ളാം അമ്മച്ചി. ഞാനെങ്ങും ഗതി പിടിച്ചില്ല. ഞാനും നിങ്ങളുടെ കൂടെ വന്നാ മതിയായിരുന്നു. അമ്മച്ചി പറഞ്ഞിട്ടാ ഞാൻ പോയെ. നിങ്ങളുടെ കൂടെ വന്നായിരുന്നേ എനിക്ക് ഒരു ഫാമിലിയൊക്കെ ആയി എപ്പോഴേ സെറ്റിലാകാമായിരുന്നു. മോളെ ഓർപ്പേ, രൂത്ത് ഇതെല്ലാം കിട്ടുമെന്ന് വെച്ചല്ല എൻ്റെ കൂടെ വന്നത്. അവൾ എൻ്റെ ദൈവത്തെ മതിയെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതാ. ദൈവം അവൾക്ക് ഇതെല്ലാം കൊടുത്തു. ഓ, അപ്പൊ എനിക്ക് സ്കോപ്പില്ല അല്ലേ? നിന്റെ ഇഷ്ടം. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ഒരു ശോഭന ഭാവി വാഗ്ദാനം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല മോളെ. അമ്മച്ചി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യങ്സ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടോന്ന്? നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടോ ചാർജക്കാരായിട്ടോ മറ്റോ ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അമ്മച്ചി. ഇനി ബോസിന്റെ ഫാമിലിയിലെ ആരെങ്കിലും ആണെങ്കിലും ഞാൻ ഓക്കെയാണ്.
അപ്പൊ എനിക്ക് സ്കോപ്പ് ഇല്ല അല്ലേ അമ്മച്ചി? ആ, എന്നാ പിന്നെ ഞാൻ ഇനി നിൽക്കുന്നില്ല. ഞാൻ നാളെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോവാ. നിന്നിട്ട് നീ കാര്യമില്ലല്ലോ. മോളെ, നിന്റെ വഴി യഹോവയ്ക്ക് സമർപ്പിക്കാം. യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ അവൻ നിവർത്തിക്കട്ടെ. ആമേൻ.